അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തീർച്ചയായും അല്ലാഹുവും അവന്റെ മാലാഖമാരും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ആ റസൂലുള്ളാഹിക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്തും സലാമും നിർവഹിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, സ്വലാത്ത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. സ്വലാത്തില്ലാതെ ഒരു മനുഷ്യന്റെ നിസ്കാരം പൂർണ്ണമാകില്ലല്ലോ. സ്വലാത്തില്ലാതെ ഒരു മനുഷ്യന്റെ ദുആ പൂർണ്ണമാകില്ലല്ലോ. നമസ്കാരത്തിന്റെ ഫർദുകളിൽപ്പെട്ട ഒരു ഫർളാണ് അത്തഹിയ്യാത്തിന് ശേഷം റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്നത്. സ്വലാത്തില്ലാതെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. ഹബീബായ പ്രവാചകൻ പറയുകയാണ്, സ്വഹാബ, നിങ്ങൾ ചെയ്യുന്ന ദുആ ആകാശഭൂമിയുടെ ഇടയിൽ തങ്ങി നിൽക്കുന്നതാണ്. നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ ആകാശഭൂമിയുടെ ഇടയിൽ തങ്ങി നിൽക്കും. എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ മാത്രമേ അത് അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വലാത്ത് നമ്മൾ ധാരാളമായി നിർവഹിക്കണം. സ്വലാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. സ്വലാത്ത് ചൊല്ലുമ്പോൾ ഖൽബ് ശുദ്ധിയാകും. സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുവിലേക്കുള്ള അടുപ്പമുണ്ടാകും. നമ്മൾ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടാൻ സ്വലാത്ത് ഒരു കാരണമാണ്. അല്ലാഹുവിലേക്കുള്ള അടുപ്പം, അവന്റെ ഔദാര്യം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ അവസരം കിട്ടുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്തുനബിയെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ റസൂലുള്ള വരും. ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ മതി. അങ്ങനെ സ്വപ്നത്തിൽ കണ്ട എത്രയോ മഹാന്മാരുണ്ട്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 80 കൂഫയിൽ ജനിച്ച് 10-ാം വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മനഃപ്പാഠമാക്കി. വാഗ്വൈഭവത്തിലൂടെ, സംവാദ ശൈലിയിലൂടെ യുക്തിവാദികളും ദൈവനിഷേധികളുമായിരുന്ന പ്രതിയോഗികളെ മുഴുവൻ തറപറ്റിച്ച് ഭരണാധികാരികളുടെ പാരിതോഷികങ്ങളുടെ മുന്നിൽ ആദർശത്തെ പണയപ്പെടുത്താതെ ജീവിച്ച മഹാനാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഖസീദത്തുൻ നുഅ്മാനി എന്ന ഗ്രന്ഥം അദ്ദേഹം റസൂലുള്ളാഹിക്ക് വേണ്ടി രചിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹാണ് ഖസീദത്തുൻ നുഅ്മാനിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വലാത്ത്, നബി തങ്ങളുടെ മദ്ഹ്, നബി തങ്ങളുടെ അപദാനങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് ഖസീദത്തുൻ നുഅ്മാനി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി രചിക്കുകയുണ്ടായി. എന്നിട്ട് ആ ഗ്രന്ഥവുമായിട്ട് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലേക്ക് കടന്നു വരികയാണ്. മുത്തുനബിയുടെ റൗളയുടെ മുന്നിൽ വന്നുകൊണ്ട് സലാം പറയുകയാണ്. എന്നിട്ട് പാടുന്നു, യാ സയ്യിദ സാദാതി ജീതുക ഖാസിദാ അർജൂ റിളാക വഹ്തമി ബിഹിമാക യാ മാലികി കുൻ ശാഫിഈ ഫീ ഫാഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാ ഗിനാക. ഉന്നത നേതാവായവരെ, അങ്ങേ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങയുടെ പൊരുത്തം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്റെ ഇല്ലായ്മകളിൽ അങ്ങനെക്ക് ശുപാർശകനാകണം നബിയേ. അനതാമിഉം ബിൽ ജൂദി മിൻക വലം യകുൽ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക. അങ്ങയുടെ ഔദാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ ഔദാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ അബൂ ഹനീഫയ്ക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല എന്ന് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിന്റെ റൗളയുടെ മുന്നിൽ വന്നുകൊണ്ട് താൻ രചിച്ച ഗാനമങ്ങ് പാടിയിട്ട് അന്നത്തെ രാത്രി കിടന്നുറങ്ങുമ്പോ അതാ സ്വപ്നത്തിൽ വരുന്നു മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയെ സ്വപ്നം കാണുകയാണ്. അപ്പൊ ധാരാളമായി നബിയെ പറഞ്ഞാൽ, നബിയുടെ മദ്ഹ് പറഞ്ഞാൽ, അത് കേട്ടാൽ, സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ കഴിയും. ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് ബുർദ എന്ന മഹത് കാവ്യം രചിച്ച മഹാനാണ്. പ്രവാചക പ്രണയ കാവ്യമാണ് ബുർദ. ആ ബുർദ അദ്ദേഹം എഴുതാൻ കാരണമുണ്ട്. അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ടു. പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വന്നു. ഇന്ന് ധാരാളം ആളുകൾക്ക് സ്ട്രോക്ക് വന്ന്, തളർവാദം വന്ന് ആശുപത്രിയിലും വീടുകളിലും ഒക്കെ ചികിത്സയിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പരിപൂർണ്ണ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ഉറക്കാമിമർ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരാളാൽ നമ്മുടെ ശരീരം മറ്റൊരാൾ തൊടുന്ന, നമ്മുടെ ഔറത്ത് മറ്റൊരാൾ സ്പർശിക്കുന്ന രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യമാർ, കുടുംബക്കാർ, മക്കൾ ഈ ഉപ്പ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ, എന്റെ ഭർത്താവ് ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കിടന്ന കിടപ്പിൽ നരകിക്കുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ വേറെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ ഇമാം ബുസൂരി റഹിമഹുല്ലാഹിക്ക് പക്ഷാഘാതം വന്നു, സ്ട്രോക്ക് വന്നു. അര മുതൽ താഴോട്ട് തളർന്നുപോയി. അങ്ങനെ ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു മഹത് മദ്ഹ് കാവ്യം രചിക്കാൻ നേർച്ചയാക്കുകയാണ്. ആ നേർച്ചയാക്കി ആ മഹത് കാവ്യം രചിച്ചപ്പോൾ മഹാനായ ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് സ്വപ്നത്തിൽ റസൂലുള്ളാഹിനെ കാണുകയാണ്. വമന്ദു അൽ സംതു അഫ്കാരി മദാഇഹു വജതുഹു ലിഖലാസി ഖൈരി മുൽതസിമി. ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വപ്നത്തിൽ വന്നിട്ട് ബുസൂരി റഹിമഹുല്ലാഹയുടെ ശരീരം മുഴുവനും തടകുകയാ. പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോ തളർവാദം പൂർണ്ണമായി ശിഫയാകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ പറ്റി ധാരാളമായി പറയലും കേൾക്കലും, മുത്തുനബിയുടെ മദ്ഹ് പറയല്, എഴുതല്, സ്വലാത്ത് ധാരാളമായി ചൊല്ലല്, അതെല്ലാം പ്രവാചകന് വല്ലാതെ ഇഷ്ടമുള്ള കാര്യമാണ്. നാളെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കാൻ അതൊക്കെ കാരണമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളില് എന്നോടൊത്ത് കൂടടുത്തുണ്ടാകുന്നത് ആരെന്നറിയോ? എന്റെ സഹവാസം ലഭിക്കുന്നത് ആർക്കെന്നറിയോ? പടച്ചവന്റെ പരലോകമെന്ന് പറയുന്നത് ഭയാനകമായ ഒരവസ്ഥയാണല്ലോ. സൂര്യനൊരു ജാൻ ഉയരത്തിൽ ഉദിപ്പിച്ചു നിർത്തുന്ന മഹ്ശറ എന്ന് പറയുന്ന വനസഭയുണ്ടല്ലോ. അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ രക്ഷയ്ക്കായി വരുന്നത്. എല്ലാ പ്രവാചകന്മാരും നമ്മളെ കൈയൊഴിയുമ്പോ, എല്ലാ പ്രവാചകന്മാരും സ്വന്തം കാര്യം നോക്കുമ്പോ നഫ്സി 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 നഫ്സിയാ, സ്വന്തം കാര്യം ഓർത്ത് വിലപിക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൈപിടിക്കണമെങ്കിൽ, കൈപിടിച്ചുകൊണ്ട് സുഖലോലുപ സ്വർഗത്തില്, സുഖാനുഗ്രഹാസ്വാദനങ്ങളുടെ പറുദീസയായ സുഖലോലുപ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ മുത്തുനബിയുടെ പേര് ധാരാളമായി സ്വലാത്ത് ചൊല്ലണേ. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളില് എന്റെ അടുക്കൽ ഉണ്ടാകുന്നത് ആരെന്നറിയോ? എന്റെ സുഹബത്ത് ലഭിക്കുന്നത് ആർക്കെന്നറിയോ? അക്സറുഹും അലൈഹി സ്വലാത്ത, എന്റെ മേല് ധാരാളമായി സ്വലാത്ത് ചൊല്ലിയതാരാ? എന്റെ മേല് ധാരാളമായി സ്വലാത്ത് ചൊല്ലിയതാരാ? അവർക്കാണ് എന്റെ സഹവാസമുള്ളതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഉപസംഹരിക്കുകയാണ്. മുക്തി നബിയോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ തഖ്വ മുറുകെ പിടിക്കണം. രണ്ടാമതായി നമ്മുടെ സ്വഭാവങ്ങളെ നമ്മൾ നന്നാക്കണം. മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ സംസാരങ്ങൾ, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, അയൽക്കാരോട്, എല്ലാവരോടും
എല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ ഇടപെടണം. മാത്രവുമല്ല റസൂലുള്ളാഹിന്റെ മേൽ ധാരാളമായി നമ്മൾ സ്വലാത്ത് നിർവഹിക്കുകയും ചെയ്യുക. അതുവഴി നാളെ മുത്ത് നബിയോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ സഹവസിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗ്ഗത്തിൽ സഹവസിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.